ഹലോ ഗായ്സ്, അങ്ങനെ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത് യു എയിലെ തന്നെ ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ് നമ്മൾ പോണത്. സംഭവം നമുക്കിത് കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ദുബായിൽ നിന്ന് റാസൽ ഖൈമയ്ക്ക് പോണ വഴി ഒരു സ്ഥലത്ത് നല്ല അടിപൊളി കളറിൽ നല്ല കിഡ് വെള്ളം നമ്മൾ കണ്ടു. അപ്പൊ അത് കണ്ടപ്പോ തന്നെ എനിക്കൊരു ആഗ്രഹം, ജസ്റ്റ് ഇവിടെ എന്തോ ഉണ്ടെന്ന് ജസ്റ്റ് കണ്ടിട്ട് പോവാന്നുള്ള ഒറ്റൊരു വൈബിലാണ്ട് മച്ചാമാരെ നമ്മൾ ഇന്ന് ഈ ഒരു സ്പോട്ടിലേക്ക് വന്നേക്കണത് തന്നെ. സോ ഇത് മേ ബി ഫ്യൂച്ചറിൽ ഒരു അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ട് ആവാൻ നല്ല പോസിബിലിറ്റി ഉള്ള ഒരു സ്ഥലം. നമ്മൾ ചുറ്റും നോക്കി ഫുൾ ഏകാന്തത, പിന്നെ നേരെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഗുഹ പോലത്തെ ഒരു സംഭവം, മലകളുടെ ഉള്ളിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ്. എനിക്ക് തോന്നുന്നു മേ ബി വല്ല വന്യമൃഗജീവികളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ താമസിക്കണ സ്ഥലമായിരിക്കാം. അതുകൊണ്ട് പിന്നെ നമ്മൾ അടുത്തേക്ക് അധികം പോയില്ല. പിന്നെ നമ്മളിത് പയ്യെ നടന്ന് നമ്മളൊരു ചെറിയൊരു അരുവി കണ്ടു. അരുവി എന്ന് പറഞ്ഞാൽ പണ്ട് എനിക്ക് തോന്നുന്നു ഇതൊരു വലിയൊരു പുഴയോ അങ്ങനെ എന്തോ ആയിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് വെള്ളം എടുത്തിട്ട് പോയേക്കണത്, വെള്ളം പോയത്. ഇവിടെ യു എയിലുള്ള ക്ലൈമറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും അറിയാവുന്നതായിരിക്കും. സോ വെള്ളം എടുത്ത് പോയേക്കണതായിരിക്കാനാണ് സാധ്യത. കാരണം കറക്റ്റ് പുഴയുടെ അടിയിൽ എങ്ങനെയാണോ സെയിം ഒരു ഫിനിഷിംഗ് ആണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത്. ഞാൻ കുറച്ചു നേരം വീഡിയോസൊക്കെ ഇങ്ങനെ എൻ്റെ ഫോണിൽ എടുത്ത് ഞാൻ പയ്യെ മുന്നോട്ടേക്ക് നടക്കാൻ തീരുമാനിച്ചു. കാരണം ഞാൻ കണ്ട സ്പോട്ട് ഇതല്ല, ഞാൻ കണ്ട സ്പോട്ട് എന്ന് പറയുന്നത് വേറെയാണ്. അവിടേക്ക് ഞാൻ പയ്യെ അങ്ങോട്ട് നടക്കാന്ന് വിചാരിച്ച് നടന്നു. കാരണം നടക്കുമെന്ന് പറഞ്ഞ ഒടുക്കത്തെ ചൂടാ. സത്യം പറയാലോ, യു എയിലെ തന്നെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് ഒരു 55 ഡിഗ്രി ചൂട് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് നേരെ താഴ്ത്തു നോക്കിയാൽ കാണാം കല്ലുകളൊക്കെ പഴുത്തിരിക്കുക. ഇൻ കേസ് നമ്മൾ ചെരുപ്പിടാതെ ഷൂ ഇടാതെ വന്നു കഴിഞ്ഞാൽ കാല് പൊള്ളും. അങ്ങനെ ഞാൻ നടന്ന് ഓൾമോസ്റ്റ് അവശതയായി. ഓൾമോസ്റ്റ് അല്ല, ശരിക്കും അവശതയായി. അപ്പൊ ഈ സമയത്ത് എനിക്കൊരാഗ്രഹം, ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് കഴുകാം, കാലൊക്കെ ഒന്ന് തണുപ്പിക്കാം. കാരണം ചൂടെന്ന് പറയുന്നത് എക്സ്ട്രീം ഇല്ല, എന്റെ മുഖം തന്നെ ശരിക്കും ടാൻ അടിച്ചിട്ട് ഒരു രക്ഷയില്ലാതെ. അങ്ങനെ ഞാൻ വെള്ളത്തിന്റെ അടുത്തേക്ക് പയ്യെ നടക്കാൻ തീരുമാനിച്ചു. കാരണം ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നിട്ടാണ് വീണ്ടും ബാക്കിലേക്ക് പോണത്. കാരണം ചൂട് അത്രയ്ക്കും എക്സ്ട്രീം ലെവലിൽ നിൽക്കാറുന്നു. കാരണം നോർമൽ ഒരു ചൂട് പോലെയല്ല. കാരണം ഇവിടെ തണുപ്പ് തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് ഉണ്ടാവണ ആ ഒരു ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ തീക്കാറ്റ് മുഖത്തേക്ക് അടിക്കണ പോലത്തെ എക്സ്ട്രീം ലെവലിലുള്ള ചൂടാണ്. ഞാൻ അങ്ങനെ കുറെ അങ്ങോട്ട് നടന്ന് വയ്യാതെയായി. അവസാനം വെള്ളത്തിന്റെ അവിടെ എത്തി. ഞാൻ വേറെ ഒന്നും വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. ആദ്യം എൻ്റെ കാലൊന്ന് കഴുകി, പിന്നെ നൈസായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് എൻ്റെ മുഖത്തേക്ക് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു. കാരണം ചൂട് സഹിക്കാൻ പറ്റണില്ല. ആ ഒരു ലെവലിലായിരുന്നു ഇവിടുത്തെ യു എയിൽ ചൂട്. പിന്നെ ഞാൻ നടന്നു കഴിഞ്ഞപ്പോൾ കണ്ടത് നമ്മുടെ സ്പോട്ട്. ഇതാണ് ഞാൻ വണ്ടിയിൽ ഇരുന്ന സമയത്ത് ഞാൻ കണ്ട ആ ഒരു സ്പോട്ട് എന്ന് പറയണത്. അവിടുത്തെ ഇന്നലത്തെ മണ്ണ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, തനി ചെളി. പിന്നെ ഞാൻ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞപ്പം മുൾച്ചെടിയുടെ ഉള്ളിൽ ഒരു രാജാവ്, നമ്മുടെ തുമ്പി. നമ്മുടെ നാട്ടിൽ നമുക്ക് എവിടെ നോക്കിയാലും ഈ തുമ്പിനെ കാണാൻ പറ്റും, പക്ഷെ യു എയിൽ ഈ തുമ്പിനെ കാണാന്ന് പറയുന്നത് ഗ്രേറ്റാ. പിന്നെ ഈ കിളികളുടെ സൗണ്ട് ഇതൊക്കെ കേട്ട് ഞാൻ ഒരു മരത്തിന്റെ താഴെ ഞാൻ കുറച്ചു നേരം ഇരുന്നു. എൻ്റെ ക്യാമറകളിൽ ഞാൻ അവിടുത്തെ ഫുൾ ആംബിയൻസ് ഞാൻ പയ്യെ അങ്ങോട്ട് ഷൂട്ട് ചെയ്തു. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഈ ചെറിയൊരു വെള്ളക്കെട്ടിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ റോഡാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആകർഷണം എന്ന് പറയുന്നത് ഈ വെള്ളത്തിന്റെ കളറോ. കാരണം നോർമലി നമ്മുടെ നാട്ടിലേക്കും കാണുന്ന വെള്ളത്തിന്റെ കളറിനേക്കാൾ എക്സ്ട്രീം ലെവല് ഒരു സ്കൈ ബ്ലൂ അല്ല, ഒരു പച്ച കളറല്ല, അങ്ങനത്തെ ഒരു പ്രത്യേക ടൈപ്പ് കളർ വെള്ളം. ഇപ്പൊ ഈ വെള്ളം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്ന ഭാഗത്തുള്ള വെള്ളം എന്ന് പറയുന്നത് ഇത്തിരി ചെളിയും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള വെള്ളം. പക്ഷെ ഇതിന്റെ അപ്പുറത്തെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ബ്ലൂ കളർ വാട്ടർ എന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ വാട്ടർ. നല്ല രസം അത് കാണാൻ തന്നെയായിട്ട്. ഈ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഡിഫറൻസ്. പിന്നെ ഈ കല്ലുകൾ കണ്ട നമുക്കൊരു പ്രത്യേക എന്താ പറയുക, ആരോ എടുത്ത് പണിത് വെച്ച പോലെ നമുക്ക് തോന്നും. പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് യു എയിലും മഴ പെയ്ത സമയത്ത് നല്ല ചെളിയുള്ള ഒരു ഭാഗം, ലൈക്ക് ഈ പുഴയുടെയൊക്കെ തീരം പോലത്തെ സ്ഥലത്ത് ഈ വെള്ളം കെട്ടി നിൽക്കണതാണ് ഈ കാണുന്നത്. മേ ബി ഇത് ഫ്യൂച്ചറിൽ യു എയുടെ ഓരോ അപ്ഡേഷൻ പ്രകാരം മേ ബി ഇത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു സ്പോട്ട് ആവാം, ലൈക്ക് ലവ് ലേക്ക് പോലും അങ്ങനെ എന്തെങ്കിലും ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം യു എയിൽ മഴ എന്ന് പറയുന്നത് ഇടയ്ക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യം. പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞത് ഒരു ഇലക്ട്രിക് പോസ്റ്റ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ്, അതും മരത്തിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ആണ് കേട്ടോ. അതിന്റെ തൊട്ട് ബാക്കിൽ കാണാൻ ഞാൻ ആ നേരത്തെ പറഞ്ഞ ഗുഹയല്ല,
മലകളുടെ ഇടയിൽ ഒരു ചെറിയൊരു ദ്വാരം. എന്തിന്റെയാന്ന് എനിക്കറിയില്ല. മേ ബി വല്ല പട്ടികളോ അതല്ലെങ്കിൽ ചെന്നായകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവിടെ താമസം. പിന്നെ ഞാൻ ദേ പയ്യെ എൻ്റെ ക്യാമറകളിൽ വീണ്ടും ആ വെള്ളം തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു മരത്തിന്റെ താഴെയായിരുന്നു കേട്ടോ ഞാൻ ആദ്യം ഇരുന്നായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മലകളുടെ അവിടേക്ക് ക്യാമറ വീണ്ടും സൂം ചെയ്തു. ഇൻ കേസ് അവിടെ എന്തെങ്കിലും ഉണ്ടോ, അതല്ലെങ്കിൽ എന്താണ് ആ ഗുഹയുടെ ഉള്ളിൽ. ആ ഗുഹ അടുത്തുനിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ക്യാമറ സൂം ചെയ്യണത്. ഓൾറെഡി അത് കമ്പി വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. മേ ബി ആരും അങ്ങോട്ട് പോവാതിരിക്കാനായിരിക്കും. കാരണം എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ വല്ല ആനിമൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർക്കൊരു ആപത്ത് വരാതിരിക്കാനായിരിക്കും അങ്ങനെ കെട്ടി വെച്ചേക്കണത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ UAE ടെമ്പറേച്ചർ, ഞാൻ ഒരു 10 മിനിറ്റ് മാക്സിമം നടന്നിട്ടുണ്ടല്ലോ. 10 മിനിറ്റ് നടന്നപ്പോൾ തന്നെ ഞാൻ തളർന്നു പോയി. കാരണം ഒന്നാമത്തത് ഇവിടെ ഹ്യൂമിഡിറ്റിയും എക്സ്ട്രീം ലെവലില്, പിന്നെ എന്നെ കൊണ്ട് പറ്റാതെ. കാരണം എൻ്റെ ഒരു ബോഡി വെച്ചിട്ട് ഈ ചൂട് ഇതിനൊക്കെ താങ്ങുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോഴത്തെ ചൂടെന്ന് പറയുന്നത് താങ്ങാവുന്നതിനപ്പുറം. ഇന്നലത്തെ കണക്ക് പ്രകാരം UAE രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ചൂടാണ് ഈ മന്തിലെ ഇന്നലെ രേഖപ്പെടുത്തിയത്. കാരണം അൽദൈദിൽ 57 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ അത് എക്സ്ട്രീം ലെവലാണ്. പിന്നെ ഈ ടൈമിൽ കുറച്ച് ആശ്വാസം കിട്ടാനായിട്ട് ഞാൻ മാത്രമല്ല കേട്ടോ ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ കൊക്കും ഉണ്ട്, തുമ്പി, കൊക്ക്, അങ്ങനെ ഒരുപാട് ബേർഡ്സ് നമുക്കിവിടെ കാണും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടുത്തെ കല്ലുകൾ, ഇതാണ് കല്ലുകളുടെ അവസ്ഥ. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ആ വെള്ളം നമ്മുടെ ബീച്ചിൽ തിരമാല അടിക്കണ രീതിയിലാണ് ഇവിടുത്തെ വെള്ളം വന്ന് ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ശരിക്കും റിലാക്സ് ആവും. നമ്മൾ എത്രത്തോളം ടെൻഷനിലാണോ നമ്മൾ അവിടെ പോണത് അതൊക്കെ നമ്മൾ ഒരു നിമിഷം മറക്കും. ഇത് കണ്ടില്ലേ, ഈ വെള്ളത്തിന്റെ നടുക്ക് എന്താ ഒരു ചെടിയെന്ന് നിങ്ങൾ ചിന്തിക്കണ്ടാവും. അതിന്റെ ഉത്തരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് പണ്ട് എന്താ പറയാ, ഇതൊരു നോർമൽ ഡെസേർട്ട് പോലെയായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വെള്ളം അതിനകത്ത് തങ്ങി നിൽക്കുന്നത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ ഈ കാണുന്ന ഈ ഒരു മണ്ണിന്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിലെ കളിമണ്ണ് എന്ന് പറയില്ലേ, അങ്ങനത്തെ മണ്ണാണ് ഈ കാണുന്നത്. അത് ഉള്ളിലേക്ക് വെള്ളം വലിച്ചെടുക്കണില്ല. ഒരു സിമന്റ് പോലെ മേളില് നമ്മുടെ വെള്ളത്തിനെ താങ്ങി നിർത്തും, താഴത്ത് ഈ ഒരു രീതിയിൽ ചെളി പൊതിഞ്ഞ് നിൽക്കണുണ്ടാവും. അതുകൊണ്ടാണ് ഈ വെള്ളം നമുക്ക് ഇവിടെ ഇപ്പൊ കാണാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഈ സമയത്തൊന്നും, ഈ ചൂട് സമയത്ത് പോലും നമുക്ക് ഇങ്ങനൊരു വെള്ളമോ അതല്ലെങ്കിൽ ഇങ്ങനൊരു വ്യൂവോ നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. ഞാൻ അങ്ങനെ അതെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് എൻ്റെ വീഡിയോസിൽ ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഞാനിത് അവിടുന്ന് കണ്ടപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ദൂരേന്ന് കാണുന്നതിലും ബ്യൂട്ടിയാവും അടുത്തുനിന്ന് കാണാനായിട്ട്. ഈ ലൊക്കേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്താൽ മാത്രം മതി. ഈ മരത്തിൻ്റെ താഴെ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൈൻഡ് നല്ല രീതിയിൽ തന്നെ റിലാക്സ് ആയി. കാരണം കിളികളുടെ സൗണ്ട്, പിന്നെ ഓരോ ബേർഡ്സ്, പിന്നെ ഈ ചെടികളൊക്കെ അനങ്ങണത് കാണുമ്പോൾ നമ്മുടെ മൈൻഡിനെ തന്നെ ടോട്ടലി റിലാക്സ് ആവും. പക്ഷേ ഈ കാണുന്ന ചെടി എന്ന് പറയുന്നത് മുൾച്ചെടിയാണ്. അവിടേക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്താന്ന് പറയുന്നത് ചെറിയൊരു ടാസ്ക്കാണ്. ചെറിയൊരു റോഡ്, അതൊന്ന് തെന്നിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ വെള്ളത്തിൽ പോകും. വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ നേരെ താഴെ ചെളിയാവും. ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചെളിയിൽ പൂണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പൊന്തി വരാന്ന് പറയണത് കുറച്ച് പാടാം. കണ്ട ഈ വെള്ളത്തിന്റെ ആ ഒരു ബ്യൂട്ടി. ഈ സൈഡിൽ മാത്രം ചെളിയുള്ളൂ, ഈ സൈഡിൽ നല്ല തിളങ്ങണ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, തിരമാല അടിക്കണ പോലത്തെ വെള്ളം. ആ തിരമാല അടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സൗണ്ട് എന്താ പറയുക, നമ്മൾ നമ്മുടെ ബീച്ചിൽ അവിടെ ഇവിടേക്കും കിട്ടുന്ന ഫീല്. പക്ഷെ ബീച്ചിൽ എന്ന് പറഞ്ഞാൽ എന്തായാലും ക്രൗഡഡ് ആയിരിക്കും. ഇവിടെയെന്ന് പറഞ്ഞാൽ ഇതാരും അങ്ങോട്ട് അറിയപ്പെടാത്തൊരു സ്ഥലമായതുകൊണ്ട് ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഇവിടേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണെന്ന് പോലും ആൾക്കാർക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ അധികം ആൾക്കാരില്ല. പക്ഷെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ആൾക്കാർ ഒരുപാടുണ്ട്. കാരണം അത് റോഡ് സൈഡിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കയറാം. പക്ഷെ നമുക്ക് അങ്ങനെ വന്നിട്ട് കാര്യമില്ല. നമ്മൾ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് കറങ്ങി തിരിഞ്ഞു വന്നത്. ഈ ചൂടത്ത് ആകാശത്തോടെ മട്ടോട്ട് പറക്കണ പറവകള്. എനിക്കൊരു ചെറിയൊരു പണി കിട്ടി. എന്താണെന്നല്ലേ, ഞാൻ നേരെ വലിയ ഡയലോഗ് അടിച്ച് താഴ്ത്തിക്കൊന്ന് ഇറങ്ങിയതാ. നേരെ എന്റെ കാല് ചെളിയിലേക്ക് അവിടെ പൂണ്ടുപോയി. ഒന്നും പറയാനില്ല, കാല് പകുതിയോളം ചെളിയിൽ പൂണ്ടുപോയി. ചെരുപ്പൊക്കെ മറ്റേ ചെളിയിൽ എന്താ പറയാ, ചെളിയിൽ മൊത്തത്തിൽ പൊതഞ്ഞിരിക്കാറ്. ഞാൻ അതൊക്കെ നൈസായിട്ട് അങ്ങോട്ട് കഴുകി. ഈ സാധനം കാണുമ്പോൾ എനിക്ക് ഓർമ്മ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചിൻ ഖലീഫ, നമ്മുടെ ഒരു പടം ഉണ്ടല്ലോ കറുപ്പിനഴക്, ആ പാട്ടുള്ള ഒരു പടമല്ലോ സ്വപ്നക്കൂട്. യെസ്,
ആ സിനിമയിൽ മറ്റേ വാഷ്റൂമിൽ ഇരുന്ന് അലക്കണ ആ ഒരു ഫീലാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ ഇത്രം ഗെറ്റപ്പ് ഒക്കെ ഇട്ട് വന്നിട്ട് ഇരുന്ന് ചെരുപ്പൊക്കെ ഇരുന്ന് നിന്ന് കഴുകണ അവസ്ഥ. എന്റെ ചെവിയിലും അവിടെ ഇവിടെ ഒക്കെ ആ വീണ വീഴ്ചയിൽ ചെളി തെറിച്ചിട്ട് ഞാൻ ഇരുന്ന് മൊത്തം പാൻറ്റും ചെവിയും മുഖവും കാലും എല്ലാം കഴുകണം. അപ്പോഴാണ് ഞാൻ ഓർത്തെ എന്റെ ഫോൺ ഞാൻ അപ്പുറത്തെ പോക്കല്ലിട്ട് അതൊന്നും സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ പോയ പിന്നെ കിട്ടലുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഫോൺ ആദ്യം തന്നെ സേഫ് ആക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് റിസ്ക് എടുത്ത് എന്റെ കാല് ശരിക്കും ഒന്ന് കഴുകി. അത് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ നിന്ന് തന്നെ ഞാൻ ആ ചെരുപ്പ് അങ്ങോട്ട് ഇട്ടു. കാരണം അതല്ലെങ്കിൽ വീണ്ടും ചെളി ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ചെരുപ്പ് ഇട്ടിട്ട് നൈസായിട്ട് മേളിലേക്ക് കയറാൻ അങ്ങോട്ട് ഞാൻ പ്ലാൻ ചെയ്തു. ഇതാണ് ഞാൻ വീണ സ്പോട്ട് കേട്ടോ. കണ്ടില്ലേ എന്റെ കാലം അങ്ങോട്ട് ശരിക്കും എത്രത്തോളം താന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ആ പറവളം ഫോക്കസ് ചെയ്ത് ഞാൻ നൈസായിട്ട് എന്റെ വീഡിയോ ഷൂട്ട് ചെയ്തു. ശരിക്കും പറയും വെള്ളത്തിന്റെ നടുക്ക് ഈ ഒരു ചെടി എന്ന് പറയുമ്പോൾ തന്നെ കാണാൻ ഒരു രസം. ആ ഒരു കാണുന്ന ചെറിയൊരു തിട്ടില് 2 അതിഥി ഉണ്ട്, 2 കൊക്ക്. അങ്ങനെ അതെ ഈ കാണുന്ന ഈ ഒരു സ്പോട്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ മൈൻഡ് റിലാക്സ് ആക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.